പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. നഗരസഭാ ചെയർപേഴ്സൺ മാപ്പ് പറയണമെന്ന് മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഈ കൗൺസിൽ യോഗത്തിന്റെ 5ാമത്തെ അജണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കും, നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നതിനെ മനസ്സിലാക്കും. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൗൺസിൽ ചർച്ച ചെയ്തു. കൗൺസിലേക്ക് വരികയാണ്. സാധൂകരണത്തിൽ ഇത്രയും ഒരു വലിയ അഴിമതി സാധൂകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കി? ചെയർമാൻ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട ഓട്ടോറിക്ഷ പോയത്. അത് സാധൂകരിക്കാൻ വരുമ്പോൾ നിങ്ങളെന്ന് മനസ്സിലാക്കി ഈ ചെയർപേഴ്സൺ ഈ അഴിമതിക്ക് കൂട്ടുന്നല്ല മനസ്സിലാക്കേണ്ടത്. 1,89,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് 2 ബില്ലുകളിലായി നിങ്ങൾ കണ്ട് 40,000 43,000 മറ്റോ ആണ് ആ ബില്ലുകളുള്ളത്. അത് ഞാൻ ആ 10-ാം തീയതിയുള്ള പത്രസമ്മേളനത്തിലും പറഞ്ഞു. കാരണം ഇങ്ങനെയാണ് ആ ബില്ലുകൾ സാധാരണഗതിയിൽ വരാറ്. അതങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യും. അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ചെയർപേഴ്സൺ ഈ സംഗതിക്ക് മാപ്പ് പറയണം. നമുക്ക് പറയാം, കുറച്ചെങ്കിലും അതിന്റെ മുഖത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മാർത്ഥതയും ചെറിയ ഒരു എന്താ പറയാ ഇതാതിന് പറയാൻ എനിക്കറിയില്ല അതുണ്ടെങ്കിൽ അവര് ഈ സമൂഹത്തിനോട് മാപ്പ് പറയും, നാട്ടുകാരോട് മാപ്പ് പറയും. ഇതൊരു തെറ്റില്ല. തന്റെ കാലയളവിൽ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനമടിച്ച വകയിൽ 1,89,250 രൂപ കുടിശ്ശിക വരുത്തി എന്ന ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ധാർമ്മികപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാപ്പ് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണമെന്നും മാട്ടുമ്മൽ സലീം ആവശ്യപ്പെട്ടു. 83,442 രൂപ അടച്ചതോടെ പ്രശ്നങ്ങൾ തീർന്നോ എന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കണം. പാർട്ട് ബില്ലുകൾ ഓരോ മാസവും അടയ്ക്കാറുണ്ട്. ഇത് അറിയാതെ തന്നെയും LDF-നെയും ഭരണസമിതിയെയും ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കാൻ ചെയർപേഴ്സൺ മെനഞ്ഞെടുത്ത കള്ളപ്രചരണമാണ് മുൻ ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനമടിച്ചതിലൂടെ 1,89,250 രൂപയുടെ കുടിശ്ശിക വരുത്തി എന്ന ആരോപണം. ഇന്നലെ നടന്ന നഗരസഭാ ബോർഡ് യോഗത്തിലാണ് ഇത് പൊള്ളയാണെന്ന് വ്യക്തമായത്. LDF ഭരണസമിതിയുടെ നേട്ടങ്ങൾ ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കാനുള്ള വ്യഗ്രതയാണ് ചെയർപേഴ്സന്റെ തനിക്കെതിരെയുള്ള ഇന്ധന അഴിമതി ആരോപണം ഉൾപ്പെടെയെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻ.